നമസ്കാരം, എല്ലാവർക്കും ഗ്രീൻ വിഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ പാലസ്, അംബവിലാസ് പാലസ് എന്നും അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരം ഒരു ചരിത്ര കൊട്ടാരവും രാജകീയ വസതിയുമാണ്. ഇത് ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിന്റെ ആസ്ഥാനവുമാണിത്. മൈസൂരിന്റെ മധ്യഭാഗത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ചാമുണ്ടി മലനിരകൾക്ക് അഭിമുഖമായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിനെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറ്. ഇതുൾപ്പെടെ മറ്റ് 7 കൊട്ടാരങ്ങളുണ്ടെങ്കിലും പുതിയ കോട്ട പ്രത്യേകമായി പരാമർശിക്കുന്നു. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൈസൂർ കൊട്ടാരം. 2014 കണക്കനുസരിച്ച് 3 ദശലക്ഷത്തിലധികം വാർഷിക സന്ദർശകരുണ്ട് ഇവിടെ. കൊട്ടാരം ഇപ്പോൾ നിലകൊള്ളുന്ന ഭൂമി യഥാർത്ഥത്തിൽ മൈസൂരു സിറ്റാഡൽ എന്നാണ് അറിയപ്പെടുന്നത്. പഴയ കോട്ടയ്ക്കുള്ളിലെ ആദ്യത്തെ കൊട്ടാരം 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 1897 1912 ഇടയിൽ നിർമ്മിച്ച ഈ കോട്ട പുതിയ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. 1896 ഒരു വിവാഹവേളയിൽ കത്തി നശിച്ച അവസാന കൊട്ടാരം പുതുക്കി പണിയുന്നതിനായി മഹാരാജ കൃഷ്ണരാജ വടയാർ നാലാമനും അദ്ദേഹത്തിന്റെ അമ്മ മഹാറാണി കൊമ്പനാഞ്ഞമ്മണി ദേവിയും ബ്രിട്ടീഷ് വസ്തുശില്പിയായ ഹെൻറി ഇൻവിനെ ചുമതലപ്പെടുത്തി. മൈസൂർ പാലസ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന നായിഡുവിനായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ടം. മൈസൂരിന്റെ പ്രൗഢഗംഭീര ചരിത്ര താളുകളിൽ സ്വർണ്ണ ലിപിയാൽ ആലേഖനം ചെയ്ത പേരാണ് മഹാരാജ കൃഷ്ണരാജ വടയാർ നാലാമൻ. ആധുനിക മൈസൂരിന്റെ പിതാവെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലം മൈസൂരിന്റെ സുവർണകാലമെന്നും കണക്കാക്കുന്നു. മരിക്കുമ്പോൾ കൃഷ്ണരാജ വടയാർ നാലാമൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്നു. 1940 കണക്കാക്കിയ വ്യക്തിഗത സമ്പത്ത് $400 മില്യൺ ആയിരുന്നു. ഭരണകാലത്തും മഹാരാജ കൃഷ്ണരാജ വടയാർ നാലാമന്റെ രക്ഷാകർത്തത്തിൽ നടന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ പട്ടിക 1902 മുതൽ 1939 വരെ നീളുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1902 ശിവനസമുദ്ര വെള്ളച്ചാട്ടത്തിൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചു. വൈദ്യുത തെരുവു വിളക്കുകൾ ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ നഗരമായി ബാംഗ്ലൂർ മാറി. മൈസൂർ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് സയൻസ് കോളേജ്, മൈസൂർ മെഡിക്കൽ കോളേജ്, സ്റ്റേറ്റ് റെയിൽവേ, അങ്ങനെ നീളുന്നു ആ പട്ടിക. പൊതുജനങ്ങൾക്ക് കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 100 രൂപയും 7 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ്. കൊട്ടാരത്തിലേക്കുള്ള നടപ്പാതയുടെ ഇരുവശത്തും ബ്രിട്ടീഷ് ശില്പിയായ റോബർട്ട് വില്യം കോൾട്ടൻ ശില്പം ചെയ്ത വെങ്കല കടുവകളുണ്ട്. മൈസൂർ എന്ന മഹാനഗരത്തിന്റെയും മൈസൂർ പാലസിന്റെയും മൈസൂർ ഭരണാധികാരികളുടെയും എല്ലാം ഒരു ഏകദേശ രൂപം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ചരിത്ര വിദ്യാർത്ഥികൾക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.